മൂന്നല്ല നാലും കടന്ന് അഞ്ചാമത്തെ ലെയറിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരു ലെയറിൽ പിടിച്ച് നിൽക്കല്ല, ആ വിറ്റോടെ നോക്കി അടുത്തതിൽ പോയി, അവിടുന്ന് അടുത്തേക്ക് പോയി, അങ്ങനെ പോയി പഞ്ചാബിൽ പോയി ഞങ്ങൾ കൊണ്ടുവന്നു. ടാൻസാനിയൻ സ്വദേശികൾ കൊണ്ട് പിടിച്ചുകൊണ്ടുവന്നു. അതും കഴിഞ്ഞ് അവർ കൊടുത്തിരിക്കുന്നത് ഡൽഹിയിലുള്ള നൈജീരിയക്കാരാണ് മനസ്സിലായി, അവരെയും പിടിച്ചുകൊണ്ടുവന്നു. ഇനിയും ഞങ്ങൾ നിർത്തിയിട്ടില്ല, ഞങ്ങൾ തുടർന്ന് പോവുകയാണ് അന്വേഷണം. ഒരൊറ്റ കേസിൽ 8 പേരെ ആ ചെയിനായിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ. അവിടെ ചെന്നപ്പോൾ ചോദിക്കുന്നത്, സാർ നിങ്ങളൊക്കെ ഈ വെറും 200 ഗ്രാം MDMAക്ക് വേണ്ടിയിട്ട് ഇത്രയും പൈസ ചിലവാക്കി ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും ആളുകൾ പഠിക്കാൻ സ്ഥലത്ത് ഇവിടെ എത്തി വരുമോ, ഇവർ കൊണ്ടുപോകാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വരും, കേരള പോലീസ് വരും, വേരറക്കാൻ വരും. ഈ മരത്തിന്റെ വേരുകൾ ഓരോന്നായി ഞങ്ങൾ അർപ്പിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നറിയോ? ഇപ്പൊ ഞങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ട്, നാട് മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ട്. അതിന്റെ ആർജവം ഞങ്ങൾക്ക് ചെയ്യാൻ ആൾക്കാരാണ്. ലഹരി തിരിച്ചു കഴിഞ്ഞാൽ സാക്ഷി പറയാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ അതല്ല, സാക്ഷി പറയാൻ ആൾക്കാർ ഞങ്ങളുണ്ട്. സാക്ഷി പറയാൻ പണ്ടാരാ വരാന്നറിയോ? ഇവിടെ തന്നെ കഞ്ചാവ് പിടിച്ചാല് ഓടി വരിക, എല്ലാരും ബാക്കി പോകും, ഓടി വരിക, അവന്റെ ആൾക്കാരെങ്കിലും വരിക. അവനെന്ത് ചെയ്യും? കോടതിയിൽ ആദ്യം വിളിക്കുക, ഞാൻ കണ്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് കേസങ്ങ് വിട്ടുപോകും. നാട്ടുകാരെന്ത് പറയും? പോലീസ് കേസിട്ട് വിട്ടുപോയി. എന്നാൽ ഇനി അങ്ങനെയല്ല. നമുക്ക് എങ്ങനെയാണ് ലഹരിയെ പ്രതിരോധിക്കാൻ പറ്റുക?